ഹായ് ഓൾ, സീക്കിൾ പഠിക്കുന്ന ഒരു N12 ലെക്ചർ സീരീസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റാബേസ് എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസും പരിചയപ്പെട്ടു. അതായത് റിലേഷണൽ ഡാറ്റാബേസും നോൺ റിലേഷണൽ ഡാറ്റാബേസും. ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യാനും ആക്സസ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ് ചെയ്യാനും ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു SQL എന്ന ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജിംഗ് സിസ്റ്റത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജിംഗ് സിസ്റ്റമാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിന്റെ പേര് MySQL എന്നാണ്. അപ്പോൾ MySQL എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം ടു ഡാറ്റാ സോൾ. MySQL ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടി നമ്മൾ ഗൂഗിളിൽ പോയി MySQL എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം MySQL എന്ന് സെർച്ച് ചെയ്തു. ഇവിടെ ആദ്യം കാണുന്ന ലിങ്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം, അതായത് www.mysql.com. ഈ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡിഷൻ കാണാൻ പറ്റും. ഇത് തന്നെ MySQL കമ്മ്യൂണിറ്റി എഡിഷൻ ആണ്. MySQL പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ വേർഷൻ. അപ്പോൾ നമ്മുടെ MySQL കമ്മ്യൂണിറ്റി ഡൗൺലോഡ്സ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം MySQL ഇൻസ്റ്റാളർ ഫോർ വിൻഡോസ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് 8.0.35 എന്ന് പറയുന്ന വേർഷനാണ്. ഇവിടുത്തെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. രണ്ടും വിൻഡോസ് 32 ബിറ്റ് തന്നെയാണ്, MSI ഇൻസ്റ്റാൾ ആണ്. പക്ഷേ ഒന്ന് 2.1 MBയും ഒന്ന് 288.6 MB ആണ്. അപ്പോൾ ഏതൊരു സമയത്തും ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ എപ്പോഴും ഡാറ്റ കൂടി, അതായത് MB കൂടി ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ MySQLന്റെ എൻ്റയർ പാക്കേജ് ഡൗൺലോഡ് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ 288.6 MB ഉള്ള ഈ ഫയലാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്കിവിടെ നോ താങ്ക്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് എന്ന് കൊടുത്തായി. ഒറാക്കിൾ വെബ് അക്കൗണ്ട് ലോഗിൻ ചെയ്യണോ സൈൻ അപ്പ് ചെയ്യേണ്ടതൊന്നും ഒരു ആവശ്യകതയില്ല. ഓക്കെ, ഇപ്പോൾ ആ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ ഫോൾഡറിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ MySQL ഇൻസ്റ്റാളർ കമ്മ്യൂണിറ്റി എഡിഷൻ ഇതാണ് ഫയൽ നെയിം. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൺ കൊടുക്കുക. ഡു യു വാണ്ട് ടു റൺ ദിസ് ഫയൽ, റൺ എന്ന് കൊടുക്കുക. ഇനിയുള്ളത് ചൂസിങ് എ സെറ്റപ്പ് ടൈപ്പ്. അപ്പം ഇവിടെ നമുക്ക് സെർവർ ഉള്ളി എന്ന് കാണാം, ക്ലയൻറ്റ് ഉള്ളി എന്ന് കാണാം, ഫുൾ എന്ന് കാണാം, കസ്റ്റം എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫുൾ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് MySQLന്റെ എൻ്റയർ പാക്കേജ് ഡൗൺലോഡ് ആയി കിട്ടത്തുള്ളൂ. ഞാൻ ഫുൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ദ സെലക്റ്റഡ് പാത്ത് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ നേരത്തെ ഇതിൽ MySQL ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഈ ഒരു ഇഷ്യൂ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്യൂ ഫേസ് ചെയ്യണമെന്നില്ല. ഞാൻ അവിടെ ജസ്റ്റ് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആർ യു ഷുവർ യു വാണ്ട് ടു കണ്ടിന്യൂ, ഞാൻ എസ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫയൽസാണ് ഡൗൺലോഡ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എന്ന് പറഞ്ഞാൽ MySQL സെർവർ ഉണ്ട്, MySQL വർക്ക് ബെഞ്ച് ഉണ്ട്, MySQL ഷെല്ലുണ്ട്, MySQL റൂട്ടർ ഉണ്ട്, MySQL ഡോക്യുമെന്റേഷൻ ഉണ്ട്, സാമ്പിൾസ് ആൻഡ് എക്സാമ്പിൾസ്. ഈ പറയുന്ന എല്ലാ ഫയൽസും ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എക്സിക്യൂട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വേണം ബാക്കിയുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ എൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ മതി. നമ്മൾ വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മളോട് ഒരു MySQL റൂട്ട് പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം ഈ ഒരു പാസ്വേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഭാവിയിൽ MySQL യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 1 2 3 4 5 എന്ന് പറഞ്ഞ പാസ്വേഡാണ് കൊടുക്കുന്നത്. വീണ്ടും റിപ്പീറ്റ് പാസ്വേഡ് 1 2 3 4 5. പക്ഷേ ഞാൻ ആഡ് യൂസർ എന്ന് കൊടുക്കുന്നുണ്ട്. യൂസർ നെയിം ഞാൻ എൻ്റെ പേര് അഡോൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ പാസ്വേഡ് സ്ട്രെങ്ത് വീക്ക് ആണെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളിത് ഒരു ക്ലൗഡിലൊന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ ലോക്കൽ സെർവറിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. എക്സിക്യൂട്ട് എന്ന് കൊടുക്കുന്നു.
ഓക്കെ, ഇപ്പോൾ അത് കോൺഫിഗറേഷൻ ഫോർ MySQL സെർവർ സക്സസ്ഫുൾ, ക്ലിക്ക് ഫിനിഷ് ടു കണ്ടിന്യൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുകയാണ്. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. വീണ്ടും ഫിനിഷ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ പാസ്വേഡ് അടിച്ചു നോക്കണം. നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഇല്ല, ആ പാസ്വേഡ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. അത് ഞങ്ങൾ നേരത്തെ കൊടുത്ത 1 2 3 4 5 എന്ന പാസ്വേഡാണ്. അതിനുശേഷം ഇവിടെ ചെക്ക് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതവിടെ കണക്ഷൻ സക്സീഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. എക്സിക്യൂട്ട് കൊടുക്കുന്നു. ഓക്കെ, ഫിനിഷ് ആയിട്ട് നമ്മൾ ഫിനിഷ് എന്ന് കൊടുക്കുകയാണ്. വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. ഫിനിഷ് എന്ന് കൊടുക്കുന്നു. ഷെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇത് ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുകയാണ് MySQL വർക്ക് ബെഞ്ച്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഓപ്പണായി വന്ന ടാബ് എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് സെർച്ചിൽ പോയി നമുക്ക് MySQL സെർച്ച് ചെയ്യാം. നമ്മൾ സെർച്ചിൻ്റെ അവിടെ വന്നു MySQL എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും. MySQL കമാൻഡ് ലൈൻ ക്ലയൻറ്റ്, MySQL വർക്ക് ബെഞ്ച്, MySQL ഷെൽ. ഈ 3 ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ MySQL ആക്സസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു സീരീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന MySQL കമാൻഡ് ലൈൻ ക്ലയൻ്റ് ആണ്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്യുകയാണ്. മാക്സിമൈസ് ചെയ്യുകയാണ്. ഇവിടെ എൻ്റർ പാസ്വേഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മൾ MySQL ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തില്ലേ, ആ പാസ്വേഡാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. എൻ്റെ കേസിൽ അത് 1 2 3 4 5 ആയിരുന്നു. അപ്പോൾ എൻ്റർ ചെയ്തതിനു ശേഷം എൻ്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ SQL ക്വറീസ് മുഴുവൻ എഴുതാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ MySQL എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും നിങ്ങൾ പഠിച്ചത് മനസ്സിലാക്കുന്നു. ഇനി വരുന്ന വീഡിയോയിൽ ഓരോ SQL ക്വറീസ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത്ര തന്നെയുള്ള ഈ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.